ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി മേക്കപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിൽ വന്ന്. അപ്പം ഞാനധികം മേക്കപ്പ് ഒന്നും ചെയ്യണ ആളല്ല. നമുക്ക് കാരണന്മാരായിട്ട് സൗന്ദര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയൊക്കെ സൗന്ദര്യം ദൈവം തന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. പിന്നെ ജസ്റ്റ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പൊട്ടുവിടുക. ഇന്നിപ്പോൾ ഇതേ കണ്ണ് എഴുതിയിട്ടുണ്ട്. പിന്നെ കുളിച്ചിട്ട് സിന്ദൂരം തൊട്ടു. അതൊരു ഡെയിലി ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതെങ്ങനെ തലയിൽ മുടിയില്ലാത്തപ്പോഴും മുടിയുള്ളപ്പോഴും ഒക്കെ കുളി കഴിഞ്ഞാൽ ഒരു സിന്ദൂരം അത് നിർബന്ധ, അത്രേ ഉള്ളൂ. പിന്നെ വേറൊന്നും ചെയ്യണത് ചിലപ്പോൾ കണ്ണെഴുതലൊക്കെ കുറവാണ്. കാരണം ഒന്നാമത് എൻ്റെ ഭയങ്കര തവളക്കണ്ണാന്ന് പറയും ആൾക്കാർ. കുറേ വൃത്തിയിട്ട മനുഷ്യർ എന്നെ തവളക്കണ്ണാന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പം അതുകൊണ്ട് ഞാനധികം കണ്ണെഴുതാറില്ല. കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉള്ള കണ്ണ്, അതായത് ഇങ്ങനെ ഇരിക്കാമല്ലോ, കണ്ണൊന്നുകൂടി തള്ളി നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ കണ്ണെഴുതാറില്ല. പിന്നെ ഞാൻ ഇത് പൊട്ടോട്ട് കാണിച്ചു തരാട്ടോ. പിന്നെ വേറൊരു സാധനം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ല, ഒരു തൊപ്പി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് പറയില്ല, അതും കാണിച്ചു തരാട്ടോ. ഇന്നിപ്പോൾ ഇത് തൊടണത് കാണിച്ചു തരാം. ഇങ്ങനെ തൊട്ട് ഇവിടെയും കൂടി ഇരിക്കട്ടെ. എന്തായാലും ഒരു വഴിക്ക് പോകുമല്ലേ. തീർന്നു സാധനമൊക്കെ. കണ്ട, മേടിക്കണം പുതിയത്. എനിക്ക് എല്ലാ കളറും ഇഷ്ടമല്ല. ഈ കളറാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കണത്, ചുമന്ന കളറ്. എനിക്ക് അല്ലെങ്കിലും ചുമപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും കൂടുതലും ചുമപ്പൊക്കെയാണ്. ചുമപ്പ് ബ്ലാക്കൊക്കെ കൂടിയിട്ട് എല്ലാം തീർന്നത് കണ്ട. തീർന്നത് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കേണ്ടി വരും തോന്നുന്നു. ഇത്രേ ഉള്ളൂ. പിന്നെ അതെ ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ കേട്ടോ. ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള സാധനമാണ്, പക്ഷെ ഞാൻ ഉപയോഗിക്കൽ കുറവാണ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രൗണും ഒരു ചോക്ലേറ്റിൻ്റെ കളർ, നല്ല സ്മെല്ലാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കിന് തിന്നാൻ തോന്നും. പിന്നെ അതെ അങ്ങനെ അധികം ഇടാറില്ല. എനിക്കിഷ്ടമല്ല അങ്ങനെ ഇട്ടുള്ള ലിപ്സ്റ്റിക്കും. ഇത്രയുള്ളൂ. പിന്നെ അതിലൊന്നും ഞാൻ തേക്കാറില്ല. ഇത്ര സാധനങ്ങളാണ് നിലയിൽ ഞാൻ തേക്കാറുള്ളൂ. വലിയ സൗന്ദര്യം കാര്യങ്ങളൊന്നും നമുക്കത്ര നമ്മൾ വലിയ ആളൊന്നല്ലാത്ത കാരണം ഞാനധികം ഇത്ര സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്, പിന്നെ ദേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച തൊപ്പി കേട്ടോ. അതേ കണ്ട 450 ആ റേഞ്ചിൽ വന്നു. ഇവിടെ എങ്ങും ഇല്ല ഈ ടൈപ്പ് തൊപ്പി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കടകളിൽ അന്വേഷിച്ചു, പെരുമ്പാവൂർ ഒക്കെ പോണ വഴിക്ക്, എറണാകുളത്തുനിന്ന് പോകുന്ന വഴിക്കൊക്കെ അന്വേഷിച്ചു. പക്ഷെ അവിടെ എങ്ങും ഈ ടൈപ്പ് മോഡല് തൊപ്പികളൊന്നുമില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കണം. സാധാരണ ഈ ബോയ്സ് വയ്ക്കുന്ന ടൈപ്പ് തൊപ്പിയില്ലേ, അതൊക്കെ ഉള്ളു എല്ലായിടത്തും. അപ്പം ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കണ്ട ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ശ്വേതാ മേനോൻ്റെ തൊപ്പി. ശ്വേതാ മേനോ ഇവിടെ കിടക്കണു, ഞാനിവിടെ കിടക്കണു. ശ്വേതാ മേനോ വീട്ടിൽ കിടക്കണു, ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കണു. എന്നാലും ഈ തൊപ്പി നല്ല സൂപ്പർ തൊപ്പിയല്ലേ.
പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അതായത് കിട്ടിയപ്പോൾ തന്നെ നോക്കിയിട്ടോ, അപ്പോൾ ഇതിങ്ങനെ വലുതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, ഈ തൊപ്പി ഇവിടം കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. സ്റ്റിച്ച് എന്ന് വെച്ചാൽ എൻ്റെ ഡബിൾ മെഷീനാണെങ്കിലും ഇത് ഇച്ചിരി കട്ടിയുള്ള സാധനമല്ലേ, അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൈ കൊണ്ട് സൂചി വെച്ചിട്ട് തുന്നിയിട്ട് ഇത് ഇത്രയും ഇങ്ങനെ അടിച്ചെടുത്തു, തുന്നി. എന്നിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകത്തിനായത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അരി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു മെനയില്ല. ഇപ്പം എങ്ങനെയുണ്ട്? പടിപൊളിയല്ലേ? ഇത്രയ്ക്കാണുള്ളൂ. അപ്പം ഇത്ര കാണിച്ചെന്നു തോന്നി. ഈ തൊപ്പിയുടെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഇതിൻ്റെ പൂട പോകുന്നു തോന്നുന്നു അല്ലേ? ഇപ്പം തന്നെ പൂട പോകുന്നുണ്ട്. അപ്പോൾ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അലക്കാൻ പറ്റുമായിരിക്കും. എല്ലാ ദിവസവും അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തൊപ്പിയിൽ പൂട ഒന്നും ഉണ്ടാവില്ല. ഇത്രയുള്ള വീഡിയോ. പിന്നെ ഞാൻ ഇത്രയൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. കൂടുതലൊന്നും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ സത്യത്തിൽ ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പൊട്ട് തന്നെ കുറേ നാൾക്ക് ശേഷം നീ പൊട്ടിടാത്തെന്താന്ന് പറയുമ്പോൾ മാത്രമാണ് പൊട്ട് ഇട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ പൊട്ടൊന്നും തൊടൂലായിരുന്നു. കണ്ണ് പോലും എഴുതില്ല, സിന്ദൂരം മാത്രം തൊടും. ഇതൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് കുറച്ച് നാളും കൊണ്ട് ഇങ്ങനെ മാറ്റം വന്നു. ഇത്രയ്ക്കുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് എങ്ങനെ ഇരിക്കണ ഇപ്പം. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.